ഒട്ടുമിക്ക തെറ്റുകൾക്കും അല്ലാഹു മാപ്പ് നൽകുന്നുണ്ട്. വയഅഫു അൻ കസീർ, ഒരുപാട് പാപങ്ങൾ അല്ലാഹു നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് പുറത്തു തരുന്നുണ്ട്. അല്ലേ? അർ-റമളാനു ഇല റമളാനി കഫാറ, ഒരു റമളാൻ കഴിഞ്ഞ് അടുത്ത റമളാൻ വരെ കാത്തിരിക്കുന്നത് അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അൽ ജുമുഅതു ഇലൽ ജുമുഅതി കഫാറ, ഒരു ജുമുഅ കഴിഞ്ഞ് അടുത്ത ജുമുഅയെ കാത്തിരിക്കുന്നത് അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അസ്സലാത്തുൽ മക്തൂബ ഇലസ്സലാത്തിൽ മക്തൂബ, 5 നേരത്തെ നിസ്കാരത്തിനിടയിൽ ചെയ്യുന്ന പാപങ്ങൾ ആ നിസ്കാരത്തിന് കഴിഞ്ഞതിന് ശേഷം അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം വരെയുള്ള നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളെ അടുത്ത നിസ്കാരമാകുമ്പോഴേക്കും അല്ലാഹു പുറത്തു തരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഉംറതു ഇലൽ ഉംറ, ഒരു ഉംറ കഴിഞ്ഞ അടുത്ത ഉംറ വരെയുള്ള കാലയളവിൽ നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ അറിയാതെ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. അങ്ങനെ എത്ര വഅഫു അൻ കസീർ, എത്ര പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. സ്വലാത്തുകൾ കാരണം അല്ലാഹു പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. 5 നേരത്തെ നിസ്കാരങ്ങളുടെ ശേഷം സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ചൊല്ലുന്നത് കാരണത്താൽ അല്ലാഹു തആല തിരമാലകൾ കണക്ക് ചെയ്യുന്ന പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ പാപങ്ങൾ ഒരുപാട് അല്ലാഹു പുറത്തു തരുന്നുണ്ട്. വുളൂ ചെയ്ത് വുളൂവിന്റെ വെള്ളം താഴേക്ക് ഇറ്റ് വീഴുമ്പോ ആ വെള്ളത്തിന്റെ കണക്ക് അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. പള്ളിയിലേക്ക് നടക്കുമ്പോൾ ഓരോ ചവിട്ടടിക്കും അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. നമ്മുടെ സ്വതക്കകൾക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. ഒരു തലവേദന അനുഭവിക്കുമ്പോൾ വരെ, ഒരു പനി അനുഭവിക്കുമ്പോൾ വരെ, ഒരു സത്യവിശ്വാസിക്ക് ഒരു ക്ഷീണമുണ്ടാകുമ്പോൾ വരെ അല്ലാഹു തആല അവന്റെ പാപങ്ങൾ അവൻ അറിയാതെ പുറത്തു തരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലേ? ഒരു സത്യവിശ്വാസിക്ക് ഒരു ക്ഷീണമുണ്ടായാൽ, മാ അസ്വാബൽ മുഅ്മിന മിൻ നസ്ബിൻ, ക്ഷീണം, മിൻ ഗമ്മിൻ വഹമ്മിൻ, വിഷമം, ടെൻഷൻ, ദുഃഖം, പ്രയാസം, രോഗം, ഒരു വേദന. സത്യവിശ്വാസിക്ക് പ്രയാസമുണ്ടാവുന്ന ഏത് പ്രതിസന്ധി ഉണ്ടായാലും അല്ലാഹു തആല അവൻ അറിയാതെ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ടോ എന്നാണ്. വയഅഫു അൻ കസീർ, ഒരുപാട് പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. ആരാ പറയുന്നത്? പരിശുദ്ധ റസൂൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ് വയഅഫു അൻ കസീരിൻ, ഒരുപാട് പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. പിന്നെയോ അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയാണ്. ഫഇൻ തവല്ലൗ ഫഅലം അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം വഇന്ന കസീറൻ മിനൻ നാസി ലഫാസിഖൂൻ. ഫഇൻ തവല്ലൗ, അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫഅലം, നിങ്ങൾ മനസ്സിലാക്കണം, അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം, അവർ ചെയ്ത ചില തെറ്റുകൾ കാരണത്താൽ അല്ലാഹു തആല അവരെ ശിക്ഷിക്കാൻ പോവുകയാണ്. അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം, അവർ ചെയ്ത ചില തെറ്റുകൾ കാരണത്താൽ, എല്ലാ തെറ്റുമില്ല. അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം, അവരുടെ ചില പാപങ്ങൾ കാരണത്താൽ അല്ലാഹു അവർക്ക് നാശം നൽകാൻ പോവുകയാണ്, നാശം വരുത്താൻ പോവുകയാണ്. സൂറത്തുൽ മാഇദയിലെ 49-ാമത്തെ ആയത്താണിത്. ഇനി സൂറത്തുർ റൂമിലെ 41-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കണം. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, ഭൂമിയിലും കരയിലും ഫിത്നയുണ്ടായത്, ഫസാദുണ്ടായത്. വഹറൽ ഫസാദു ഫിൽ ബഹരി വൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും പ്രശ്നങ്ങൾ ഉണ്ടായത്, അപകടങ്ങൾ ഉണ്ടായത്, പ്രയാസങ്ങൾ ഉണ്ടായത്. ബിമാ കസബത് ഐദിൻ നാസ്, ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ്. എന്തിനാണ് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്? ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ, അവർ ചെയ്തതിന്റെ അനന്തരഫലം അവർ അനുഭവിക്കാൻ വേണ്ടിയാണ്. കളിക്കാതെ നടന്നത്, പഠിക്കാതെ നടന്നു, കളിച്ച് നടന്നതിന്റെ പേരിൽ അയാൾ പരാജയപ്പെട്ടു. എന്തിനാണ് പരാജയപ്പെട്ടത്? അയാൾ സമയം പഠിക്കാൻ ഉപയോഗിക്കാതെ കളിച്ചു നടന്നതിന്റെ വേദന അനുഭവിക്കാനാണ്. 1 വർഷം വീണ്ടും അതേ ക്ലാസ്സിൽ ഇരിക്കാൻ പറഞ്ഞത്. കിഡ്നി രോഗിയായ ഒരു മനുഷ്യനോട് ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിക്കരുത്.
അയാൾ ദാഹിച്ചപ്പോൾ വെള്ളം കുടിച്ചു, അയാൾ വീണ്ടും രോഗിയായി. പിറ്റേ ദിവസം വീണ്ടും ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകണം. എന്തുകൊണ്ടാണ് അതുണ്ടായത്? വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞത് കേട്ടില്ല, വെള്ളം കുടിച്ചാണ്. അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ അവർ അനുഭവിക്കാൻ വേണ്ടി. ഷുഗർ പേഷ്യന്റ് ഉണ്ട്, പഞ്ചസാര തിന്നരുത് എന്ന് പറഞ്ഞു, ഷുഗർ ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ മനുഷ്യനാണെങ്കിൽ ലഡു കാണുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല, ജ്യൂസ് കാണുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല, സോഫ്റ്റ് ഡ്രിങ്ക്സ് കാണുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല. മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ അയാൾ നന്നായിട്ട് മധുരം തിന്നു, ഹലുവ തിന്നു, ലഡു തിന്നു. പെട്ടെന്ന് അയാൾ ഷുഗർ കൂടി ഡൗൺ ആയി ഡൂം നിർത്തി താഴെ വീണു. എന്തിനാണ് അള്ളാഹു ഷുഗർ ഡൗൺ ആയി അയാൾ വീഴാൻ കാരണം? തിന്നരുത് എന്ന് പറഞ്ഞിട്ടും അതനുസരിക്കാതെ അയാൾ തിന്നപ്പോ അതിന്റെ ശിക്ഷ അനുഭവിക്കാൻ അള്ളാഹു അയാളെ പ്രയാസപ്പെടുത്തി. കടലിലും കരയിലും ഫിത്നയുണ്ടായത്, ഫസാദുണ്ടായത്, പ്രശ്നങ്ങളുണ്ടായത്, പരീക്ഷണങ്ങളുണ്ടായത് ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ്, മനുഷ്യന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ കാരണത്താലാണ്. അവർ ചെയ്യുന്നത് കാരണത്താൽ അതിന്റെ വേദന അനുഭവിക്കാൻ വേണ്ടി ലഅല്ലഹും യർജിഊൻ, എന്നിട്ട് അവർ മാറുമോ എന്ന് നോക്കാം, അവർ നന്നാവോ എന്ന് നോക്കാം. നന്നായി മട്ടൻ കഴിച്ചു, കൊളസ്ട്രോൾ കൂടി, ഫാറ്റി ലിവർ കൂടി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മട്ടൻ കഴിക്കുന്നത് കുറക്കണം. എന്തിനാ ഈ ഫാറ്റി ലിവർ കൂടിയത്? എന്തിനാ യൂറിക് ആസിഡ് കൂടിയത്? മട്ടനും ബീഫും നന്നായി കഴിച്ചിട്ടാണ്. അപ്പൊ അമിതമായി തിന്നപ്പോ അതിനുള്ള ശിക്ഷ പടച്ചോൻ തന്നു. എന്നിട്ട് എന്തിനാണ്? ലഅല്ലഹും യർജിഊൻ, ഇനി ഫാറ്റി ലിവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അയാൾ മട്ടൻ കുറക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി, യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ വേണ്ടി ബീഫ് കുറക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ, നിങ്ങൾ തിന്നണം കുടിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. വലാ തുസ്രിഫൂ, രണ്ടും അമിതമാവാൻ പാടില്ല. തിന്നണം കുടിക്കണം, അമിതമാവാൻ പാടില്ല. എന്ത് തിന്നണം എന്ന് വെച്ചാൽ എന്തും തിന്നാം. മനുഷ്യൻ മാംസബുക്കും അല്ല, സസ്യബുക്കും അല്ല, രണ്ടും മിശ്രമായി സമ്മിശ്രമായി തിന്നുന്ന ജീവിയാണ് മനുഷ്യൻ. ഒരു മനുഷ്യന് പച്ച മാംസം തിന്നാതെ വെറും സസ്യം മാത്രം തിന്ന് ജീവിക്കാൻ കഴിയും. പക്ഷേ പല അസുഖങ്ങൾ അയാൾക്കുണ്ടാവും. സസ്യം മാത്രം തിന്ന് ജീവിക്കാന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാവും. മാംസം മാത്രം തിന്ന് ജീവിക്കാന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാവും. സമ്മിശ്രമാണ് മനുഷ്യൻ. എന്നാൽ കാട്ടിലുള്ള വന്യമൃഗങ്ങൾ അങ്ങനെയല്ല, അവർ മാംസാഹാരികളാണ്. നമ്മുടെ വീട്ടിലുള്ള പശുക്കൾ അങ്ങനെയല്ല, സസ്യാഹാരികളാണ്. അപ്പൊ നമ്മളോട് എന്താണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്? കുലൂ വശ്റബൂ, നിങ്ങൾ തിന്നണം, നിങ്ങൾ കുടിക്കണം. വലാ തുസ്രിഫൂ, ഒന്നും അമിതമാവാൻ പാടില്ല. ഒന്നും അമിതമാവാൻ പാടില്ല. തിന്നുന്നതും കുടിക്കുന്നതും അമിതമാവാൻ പാടില്ല. അമിതമാവാന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു ഓർഡർ ഉണ്ട്. ഭക്ഷണത്തിനൊരു ഓർഡർ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കേണ്ട ഒരു ഓർഡർ ഉണ്ട്. മുസ്ലിം സമുദായം തീരെ ശ്രദ്ധിക്കാത്ത മേഖലയാണത്. എപ്പോഴും നമ്മുടെ വീട്ടിൽ ചിക്കനാണ്, അത് നമ്മുടെ ശരീരത്തെ രോഗിയാക്കി മാറ്റും. എപ്പോഴും നമ്മുടെ വീട്ടിൽ ബീഫും മട്ടനൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തെ അത് രോഗിയാക്കി മാറ്റും. ചില സന്ദർഭങ്ങളിൽ സാലഡ് വേണം, പച്ചക്കറികൾ വേണം. ഒരു ദിവസം മുഴുവനും പച്ചക്കറി, ഒരു ദിവസം മത്സ്യം, ഒരു ദിവസം ചിക്കൻ. അങ്ങനെ ഭക്ഷണത്തെ നമ്മൾ നിയന്ത്രിക്കാതെ അമിതമായ മാംസമാണ് നമ്മൾ ശരീരത്തിലേക്ക് കയറ്റുന്നതെങ്കിൽ സ്വാഭാവികമായി പതുക്കെ പതുക്കെ നമ്മൾ രോഗിയായി മാറും. കുലു, നിങ്ങൾ തിന്നണം, എന്തും തിന്നാം, ഹലാലായ എന്തും നിങ്ങൾക്ക് തിന്നാം. ഒന്നും തിന്നരുത് എന്ന് ഇസ്ലാം പറയുന്നില്ല. ഹലാലായ എന്തും നിങ്ങൾക്ക് തിന്നാം, ഹലാലായ എന്തും നിങ്ങൾക്ക് കുടിക്കാം. പക്ഷേ വലാ തുസ്രിഫു, ഒന്നും അമിതമാവരുത്. ഷുഗർ ആണെങ്കിലും അമിതമാവരുത്. അമിതമാകുമ്പോഴാണ് നമ്മൾ രോഗിയായി മാറുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കും നിങ്ങൾ, കടലിലും കരയിലും പ്രശ്നങ്ങൾ ഉണ്ടായത്, മനുഷ്യൻ രോഗിയായി മാറുന്നത് ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യന്റെ പ്രവർത്തനത്താൽ, മനുഷ്യന്റെ പ്രവർത്തനം കാരണത്താലാണ്. ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ, ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ,
അയാൾ ചെയ്യുന്ന തെറ്റുകൾ അവരെ അനുഭവിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ശിക്ഷകൾ നൽകുന്നത്, രോഗങ്ങൾ നൽകുന്നത്. ലഅല്ലഹും യർജിഊൻ. ഒരു രോഗം വരുമ്പോൾ അയാൾ മാറുമോ എന്ന് നോക്കട്ടെ. കള്ളുകുടിച്ച് ഹൃദയമാകെ പഴുത്തുപോയി. ഡോക്ടർ പറഞ്ഞു ഇനി കള്ളു കുടിച്ചാൽ മരിക്കും. അയാൾ നിർത്തുന്നില്ലേ, അയാൾ നാളെ മരിച്ചു പോവാണ്. നിർത്തിയോ? ലഅല്ലഹും യർജിഊൻ. അയാൾ നിർത്തി പശ്ചാത്താപം ചെയ്ത് തിരിച്ചു വന്നാൽ അയാളുടെ ശരീരം പതുക്കെ പതുക്കെ റീകവറായി മാറും. എല്ലാ ശരീരത്തിന്റെ അസുഖങ്ങളും അങ്ങനെ തന്നെയാണ്. ഭക്ഷണ നിയന്ത്രണത്തിലൂടെ നമ്മുടെ അസുഖങ്ങളെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയും, അസുഖങ്ങൾ പരിധി വിട്ടില്ലെങ്കിൽ. ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോയാൽ ശരീരത്തിന്റെ ബോഡി ഫിറ്റ്നസ് അല്ലെങ്കിൽ എന്താ പറയാ മൊത്തം ബോഡി ചെക്കപ്പ് ചെയ്യാൻ പോയാൽ നോർമൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇവിടെ ഉണ്ടാവും, ഹൈ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടാവും. ഇപ്പൊ ഹൈ സ്റ്റേജിലേക്ക്, ഹൈ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഫാറ്റ് ലിവർ തന്നെ കുറച്ചുകൂടി സിറോസിസ് ആകുമ്പോൾ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് ക്യാൻസറിലേക്ക് വരെ എത്തുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ ബോഡി ചെക്കപ്പ് നടത്തി നോർമൽ അല്ലാത്ത മേഖലയിൽ എന്തുകൊണ്ടാണ് എന്റെ ഫാറ്റ് ലിവർ കൂടാൻ കാരണം, എന്തുകൊണ്ടാണ് എന്റെ യൂറിക് ആസിഡ് കൂടാൻ കാരണം, എന്തുകൊണ്ടാണ് എന്റെ ക്രിയാറ്റിൻ കുറയാൻ കാരണം, ഇങ്ങനെ ഓരോന്ന് കൃത്യമായി വിശദമായി പഠനം നടത്തി എന്താണ് എന്റെ ജീവിതത്തിലുള്ള ഭക്ഷണത്തിലുള്ള ക്രമീകരണം എവിടെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ആ ഹൈ ലെവലിലുള്ളതെല്ലാം, റിസ്ക് ഫാക്ടറിലുള്ളതെല്ലാം കുറക്കാൻ അയാൾ ശ്രമിച്ചാൽ ഒരു 4-5 മാസം കൊണ്ട് അയാളുടെ ബോഡി നോർമലാവും. ശ്രദ്ധിക്കുന്നില്ലേ? അത് വലിയ വലിയ അസുഖങ്ങളിലേക്ക് അയാൾ എത്തിക്കും. ലഅല്ലഹും യർജിഊൻ. അയാൾ മാറട്ടെ, അയാൾ നന്നാവട്ടെ, അയാൾ ചെയ്യുന്ന പ്രവർത്തനം അയാളൊന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ശിക്ഷകൾ നൽകുന്നത്. പക്ഷേ മടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ അത് അനുഭവിക്കേണ്ടി വരും. സൂറത്തുർ റൂമിലാണ് അല്ലാഹു പറയുന്നത്. അതേപോലെ ഇത് രോഗവും ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നതെങ്കിലും അതേപോലെ നമ്മൾ ചെയ്യുന്ന തെറ്റുകളിലേക്കും ഈ ആയത്തിനെ ഒന്ന് കൊണ്ടുപോയി നോക്ക്. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. എന്തിനാണ് അല്ലാഹു തആല ഭൂമിയിലേക്ക് ശിക്ഷകൾ നൽകുന്നത്? മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ് നമ്മുടെ തോന്നിവാസങ്ങൾ, വിചാരം പോലെ, കള്ളുകുടി പോലെ, കൊലപാതകം പോലെ, അക്രമങ്ങൾ പോലെ, പലിശ തിന്നുന്നത് പോലെ, ഹറാമായ കാര്യങ്ങള്, വ്യഭിചാര ആരോപണങ്ങള്, ഹറാമായ സമ്പാദ്യങ്ങള്, ഇതെല്ലാം ഒരു മനുഷ്യൻ ചെയ്യുമ്പോഴാണ് അല്ലാഹു തആല ഭൂമിയിലേക്ക് മാരകമായ പരീക്ഷണങ്ങൾ നൽകുന്നത്. ലഅല്ലഹും യർജിഊൻ. അയാൾ ചിന്തിച്ചുകൊണ്ടതിൽ നിന്ന് മാറട്ടെ എന്ന ചിന്തയാണ് അല്ലാഹുവിന് ഇങ്ങനെ ശിക്ഷകൾ നൽകുമ്പോൾ അല്ലാഹുവിനുള്ളത്. അവൻ മാറിയില്ലേ അതൊരു പൊതുജനത്തെ മുഴുവനും ബാധിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് മഹാനായ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഖബല അലൈനാ റസൂലുള്ളാഹ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ മഅശറൽ മുഹാജിരീൻ, ഓ മക്കക്കാരെ. മുഹാജിർ എന്ന് പറഞ്ഞാൽ മക്കക്കാരെ. യാ മഅശറൽ മുഹാജിരീൻ, അല്ലയോ മക്കക്കാരെ. ഖംസുൻ ഇദബ്തുലീതും ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന. 5 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ നിങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു. ഒരു സമൂഹത്തിൽ തിന്മകൾ വ്യാപകമായാൽ, ലഹറ എന്ന് പറഞ്ഞാൽ പ്രകടമാവുക, വ്യാപകമാവുക. ഇദാ ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു. അനാചാരങ്ങളും തെമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും ഒരു സമൂഹത്തിൽ വ്യാപകമായാൽ, വ്യാപകമാവെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യാൻ തുടങ്ങും, എല്ലാവരും ചെയ്യാൻ തുടങ്ങും, നോർമലാവുക, ലഘൂകരിക്കപ്പെടുക, ഗൗരവം നഷ്ടപ്പെടുക. അങ്ങനെ ആയിന്ന് മാത്രമല്ല, ഹത്താ യുഅ്ലിനൂ ബിഹാ. എന്നിട്ട് അവർ ചെയ്യുന്ന തെറ്റുകളെ അവർ പരസ്യമാക്കാൻ തുടങ്ങിയാൽ, ഹത്താ യുഅ്ലിനൂ ബിഹാ, തെറ്റുകൾ വ്യാപകമായി എന്ന് മാത്രമല്ല ആ തെറ്റുകളെ അവർ പരസ്യമാക്കാനും തുടങ്ങി. ഹത്താ യുഅ്ലിനൂ ബിഹാ, തിന്മകളെ അവർ പരസ്യമാക്കാനും തുടങ്ങിയാൽ, ഇല്ലാ ഫശാ ഫീഹിമുത് ത്വാഊൻ, അവരിൽ അല്ലാഹു തആല മാരകമായ രോഗങ്ങൾ നൽകും. ഫശാ എന്ന് പറഞ്ഞാൽ രോഗവും വ്യാപകമാവും.
തെറ്റുകൾ വ്യാപകമാകുമ്പോൾ രോഗവും വ്യാപകമാവും. ഒരു വീട്ടിൽ ഒരു കിഡ്നി രോഗി, ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. പണ്ടൊക്കെ CH സെന്റർ എന്ന് പറയുന്ന ഡയാലിസിസ് സെന്ററുകൾ ജില്ലയിലൊന്നായിരുന്നു. ഇപ്പൊ പഞ്ചായത്തിലും മണ്ഡലത്തിലും നാട്ടിലൊക്കെ ഓരോ നാട്ടിലും ഓരോ ഡയാലിസിസ് സെന്റർ എന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വീട്ടിലും ഒരു കിഡ്നി പേഷ്യന്റ് എന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തിന്മ വ്യാപകമായാൽ ഫശാ ഫീഹി മുത്വാഊൻ, അവിടെ അസുഖങ്ങളും വ്യാപകമാവും. ഫശ എന്ന് പറഞ്ഞാൽ വ്യാപകമാവും, പടർന്നു പന്തലിക്കും. ക്യാൻസർ, ഓരോ 5 വീട്ടിലും ഒരു ക്യാൻസർ രോഗി. അല്ലാഹു സലാമത്താക്കട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ഏത് രോഗമാണെങ്കിലും എത്ര വലിയ അസുഖങ്ങളാണെങ്കിലും അല്ലാഹുവിനോടുള്ള ദുആ ആണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രതീക്ഷ. അല്ലാഹുവാണ് രോഗം നൽകുന്നത്, അല്ലാഹുവാണ് ശിഫ നൽകുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒക്കെ പറഞ്ഞതുപോലെ ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹുവിനുള്ള പ്രതീക്ഷ നമ്മൾക്കുണ്ടാവണം. അല്ലാഹുവാണ് രോഗം നൽകുന്നത്, അല്ലാഹുവാണ് ശിഫ നൽകുന്നത്. ആ അല്ലാഹു ചോദിച്ചാൽ ശിഫ തരാത്ത അസുഖങ്ങളില്ല എന്ന ബോധം പ്രിയപ്പെട്ടവരെ നമ്മൾക്കുണ്ടാവണം. എത്ര വലിയ അസുഖങ്ങളാണെങ്കിലും ഡോക്ടർമാര് പോലും കൈയൊഴിഞ്ഞാലും അല്ലാഹുവിനിക്ക് ശിഫ തരുമെന്നുള്ള പ്രതീക്ഷ നമ്മൾക്കുണ്ടാവണം. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത് ഓർമ്മയുണ്ടല്ലോ. വഅയ്യൂബ ഇദ് നാജാ റബ്ബഹു അന്നീ മസ്സനിയൽ ളുർറു വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, നീ കാരുണ്യവാനാണല്ലോ, ഞാനാണെങ്കിൽ ഒരൽപ്പം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ ബിഹി മിൻ ളുദ്ദിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും. അങ്ങനെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ച് ഉടനെ തന്നെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ശിഫ നൽകിയത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തദാവു ഇബാദല്ലാഹ്, രോഗം വന്നാൽ ഉടനെ ചികിത്സിക്കണമെന്നാ പറഞ്ഞത്. ഫഇന്നല്ലാഹ സുബ്ഹാനഹു ലം യളഅ ദാഅൻ ഇല്ലാ വളിഅ മഅഹു ശിഫാ. ഏതെങ്കിലും രോഗം അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള ചികിത്സയും അല്ലാഹു പറഞ്ഞയച്ചിട്ടുണ്ട്. ഇവിടെ ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള ശിഫയും ഭൂമിയിലുണ്ട്. പക്ഷെ നമ്മളത് കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രം. ഡോക്ടർമാർ പറയില്ലേ, ഈ രോഗത്തിന്റെ പേരറിയില്ല, ഇതിന്റെ മരുന്നില്ല. രോഗം ഇവിടെ ഉണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള മരുന്നും ഭൂമിയിലുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. എത്ര കാലായി ക്യാൻസർ നമ്മെ കാർന്ന് തിന്നാൻ തുടങ്ങിയിട്ട് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചോ? എത്ര കാലായി കിഡ്നി രോഗികൾ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, മരുന്ന് കണ്ടുപിടിച്ചോ? കണ്ടുപിടിക്കൂല. ഇതൊക്കെ ഒരു ബിസിനസ് മെന്റാലിറ്റിയാണ്. പനിക്ക് വേഗം മരുന്നുണ്ടാവും. കാരണം എന്താ? പനി ഇപ്പോൾ ഒരാഴ്ച കിടന്നാൽ ചിലപ്പോൾ ഷിഫയാകും, അവന് ഹോസ്പിറ്റലിൽ പോയാലും പോയില്ലേലും. എന്നാൽ കിഡ്നി രോഗം അങ്ങനെയല്ല, മരിക്കുവോളം ഹോസ്പിറ്റലിൽ പോകണം, മരിക്കുവോളം ഹോസ്പിറ്റലിൽ പോകണം. അതാണ് കിഡ്നി രോഗം. 19 വയസ്സുള്ള ഒരു പെൺകുട്ടി കിഡ്നി രോഗിയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തുള്ള CH സെന്ററിൽ കിടപ്പുണ്ട്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ട്രാൻസ്പ്ലാന്റേഷൻ പോലും സാധിക്കാതെ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള കിഡ്നി കിട്ടുന്നില്ല, അല്ലെങ്കിൽ കിഡ്നി കിട്ടിയാൽ ശരീരം അതിനെ സ്വീകരിക്കുന്നില്ല. എന്താ പ്രതിവിധി? ദുആ മാത്രം, വേറൊന്നുമില്ല. മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മരുന്ന് കണ്ടുപിടിച്ചാലേ പ്രിയപ്പെട്ടവരെ ആ കുട്ടിക്ക് ഹോസ്പിറ്റലിൽ നിന്ന്, ഡയാലിസിസ് സെന്ററിൽ നിന്ന് രോഗശമനം ലഭിച്ച ആരോഗ്യത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കണം. മരുന്ന് കണ്ടുപിടിക്കാത്ത കാലത്തോളം 90 വയസ്സ് വരെ ജീവിച്ചാലും ദിവസവും ഡയാലിസിസ്, ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് സെന്ററിൽ പോയി ശരീരത്തിന്റെ മുഴുവൻ രക്തവും മെഷീനിലേക്ക് മാറ്റി 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനം കാരണം ശരീരത്തിന്റെ രക്തം ശുദ്ധീകരിച്ച് തിരിച്ച് ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു കയറ്റണം. 4 മണിക്കൂറാണ് അതിന് വേണ്ടത്. ആഴ്ചയിൽ 3 തവണ പോകണം ഡയാലിസിസ് സെന്ററിൽ. 90 വയസ്സ് വരെ ഒരാൾ 100 വയസ്സ് വരെ ജീവിച്ചാൽ 100 വയസ്സ് വരെ പോകണം. കാരണം എന്തേ? കിഡ്നി രോഗികൾക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. കുറ്റിപ്പുറം ഭാഗത്തൊരു വഅദിന് പോയപ്പോ
അവിടെയുണ്ട് ഒരാള്, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ വളരെ അടുത്ത ഒരാള്. അയാള് കിഡ്നി പേഷ്യന്റ് ആണ്. കിഡ്നി മാറ്റിവെക്കാൻ ഡോക്ടർമാര് പറഞ്ഞു, അനുയോജ്യമായ കിഡ്നി കിട്ടുന്നില്ല. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയി ഭാര്യ, സ്വന്തം ഭാര്യ തന്റെ കിഡ്നി നൽകാൻ തയ്യാറായി. പക്ഷേ ആ കിഡ്നി ഇയാളുടെ ശരീരത്തിലേക്ക് മാച്ചാവുന്നില്ല, യോജിക്കുന്നില്ല. എന്താ ചെയ്യാ? ഭാര്യയോട് ചോദിച്ചു, ആര്? ഡോക്ടർ ചോദിച്ചു, നിങ്ങളുടെ കിഡ്നി ഏറ്റവും സ്യൂട്ടബിൾ ആയ ഒരു കുട്ടി ഇവിടെയുണ്ട്, ആ കുട്ടിക്ക് കൊടുത്തോട്ടെ. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ കിഡ്നി മാച്ച് ആവുന്നില്ല, എന്നാ നിങ്ങൾ ഏതായാലും ഓപ്പറേഷൻ ചെയ്ത് കിഡ്നി കൊടുക്കാൻ തയ്യാറായതല്ലേ. ഇതേ ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയുണ്ട്, കിഡ്നി മാറ്റിവെക്കാമെന്നൊരു കുട്ടി, ആ കുട്ടിക്ക് നിങ്ങളുടെ കിഡ്നിയുമായി നല്ല ചേർച്ചയുണ്ട്, അത് മാറ്റിവെച്ചോട്ടെ. പെണ്ണുങ്ങൾ പറഞ്ഞു, ഏതായാലും കിഡ്നി മാറ്റിവെക്കാൻ ഞാൻ തീരുമാനിച്ചതല്ലേ, കുഴപ്പമില്ല, എന്റെ കിഡ്നി ആ കുട്ടിക്ക് വെച്ചോളൂ. ഭർത്താവിടെ കിഡ്നിക്ക് വേണ്ടി കാത്തിരിക്കാൻ. അങ്ങനെ ഡോക്ടർമാർ ആ കുട്ടിയുടെ കുടുംബത്തെ ബന്ധപ്പെട്ടു. ഈ ഭാര്യയുടെ കിഡ്നി ഈ പിഞ്ചു പൈതലിനെ കുഞ്ഞിന് വെക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ആ കുഞ്ഞിന്റെ കുടുംബത്തിൽ ഈ ഭർത്താവിന് സ്യൂട്ടബിളായ അനുയോജ്യമായ കിഡ്നി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചത്. അങ്ങനെയാണ് ആ കുട്ടിയുടെ മാതാവിന്റെ കിഡ്നി ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ കിഡ്നിയുമായി ചേർന്ന് വരുന്നത്. ഉടനെ തന്നെ 4 ഓപ്പറേഷനാണ് ഒരേ സമയം ആ ഹോസ്പിറ്റലിൽ നടന്നത്. 4 ഓപ്പറേഷൻ, 4 സർജറി. ഭാര്യയുടെ കിഡ്നി എടുക്കുന്നു, കുട്ടിയുടെ ഹൃദയം കീറുന്നു, എന്നിട്ട് അവിടെ വെക്കുന്നു. ആ കുട്ടിയുടെ ഉമ്മയുടെ കിഡ്നി എടുക്കുന്നു, ഈ ഭാര്യയുടെ, ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ കിഡ്നി മാറ്റിവെക്കുന്നു. ഒരു സമയത്ത് 4 സർജറി ഒരേ സമയം ആ ഹോസ്പിറ്റലിൽ നടന്നു. ഈ കിഡ്നി മാറ്റിവെക്കാൻ വരെ ചേർച്ച വേണം, ശരീരത്തോടത് പൊരുത്തപ്പെടണം. എല്ലാവരും കിഡ്നിയും എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല, എല്ലാവർക്കും മാറ്റിവെക്കാൻ പറ്റൂല. പൈസ ഉണ്ടെങ്കിലും കിഡ്നി കിട്ടിക്കൊള്ളണമെന്നില്ല, കിഡ്നി കിട്ടാൻ പ്രയാസമാണ്. അല്ലാഹു എല്ലാവരും രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവേ, ഇതുപോലെയുള്ള അസുഖങ്ങൾ നൽകി നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. രോഗികളായ ആളുകൾക്ക് അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് 19 വയസ്സുള്ളൊരു പെൺകുട്ടി പരിശുദ്ധമായ റമദാനിലാണ് ഞാൻ കണ്ടത്. ആഴ്ചയിൽ 3 തവണ CH സെന്ററിൽ വന്നിട്ട് 4 മണിക്കൂർ നേരം കിടന്നിട്ട് തന്റെ ശരീരത്തിന്റെ ബാഡായ രക്തങ്ങളെല്ലാം, ഒരു കിഡ്നിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ശരീരത്തിന്റെ രക്തം ശുദ്ധീകരിക്കലാണ്. നമ്മുടെ കിഡ്നിയുടെ പണി എന്താണ്? ശരീരത്തിന്റെ രക്തം ശുദ്ധീകരിക്കലാണ്. അപ്പൊ കിഡ്നി കേടായാൽ പിന്നെ രക്തം ശുദ്ധീകരിക്കാൻ കഴിയില്ല. രക്തം ശുദ്ധീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അസുഖബാധിതരായി മരിച്ചു പോകും. അപ്പൊ ഈ കിഡ്നിയുടെ പണിയാണ് മെഷീൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ രക്തം മെഷീൻ വലിച്ചെടുക്കുന്നു, കിഡ്നിയുടെ പണി ഡയാലിസിസ് മെഷീൻ ചെയ്യുന്നു. 4 മണിക്കൂർ നീണ്ട പ്രോസസ്. അതിങ്ങനെ ശുദ്ധീകരിച്ച് തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുന്നു. 3 ദിവസമാകുമ്പോൾ വീണ്ടും ശരീരത്തിന്റെ രക്തം ബാഡാവുന്നു. കാരണം കിഡ്നി ചെയ്യുന്ന പണി ചെയ്യുന്നില്ല, കിഡ്നി സ്റ്റക്കായിരിക്കാൻ, കിഡ്നിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ കേടായാൽ വണ്ടി നിൽക്കുന്നത് പോലെ മനുഷ്യന്റെ എഞ്ചിനാണ് കിഡ്നി എന്ന് പറയുന്നത്. അത് സ്റ്റക്കായി പോയാൽ മനുഷ്യൻ നിശ്ചലമാവും. ഇപ്പൊ ഒരു ചെലവില്ലാതെയാണ് നമ്മുടെ രക്തത്തെ പ്യൂരിഫൈ ചെയ്യുന്നത്. ഒരു ചെലവില്ല, നമ്മുടെ രക്തത്തെ ഇങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് സ്റ്റക്കായി പോയാൽ ആഴ്ചയിൽ മിനിമം 7500 രൂപയാണ് ചെലവ്. ആഴ്ചയിൽ 7500 രൂപ ചെലവ്. അത് മാത്രമല്ല, 2 ദിവസത്തിൽ 1 ലിറ്റർ വെള്ളമല്ലാതെ കുടിക്കാൻ കഴിയില്ല. 2 ദിവസത്തിൽ 1 ലിറ്റർ വെള്ളം. 1 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ അതിൽ ചായ പെട്ടു, അതിൽ ജ്യൂസ് പെട്ടു, അതിൽ ഭക്ഷണത്തിന്റെ കൂടെ ഉപയോഗിക്കുന്ന കറി അടക്കം പെട്ടു. 1 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് മനുഷ്യന്റെ അവസ്ഥയാണ്. നിസ്സഹായരാണ് നമ്മൾ, വെരി വീക്കാണ്, ബലഹീനരാണ്. നമ്മൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കോവിഡ് വന്നപ്പോഴാണ് ഓക്സിജന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിഞ്ഞത്. 1 രൂപയില്ലാതെയാണ് ഈ ശ്വാസം നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. 1 രൂപയില്ലാതെ. കോവിഡ് വന്നപ്പോ ലക്ഷങ്ങളാണ് ഹോസ്പിറ്റലിൽ വെറും ഓക്സിജന് വേണ്ടി നമ്മൾ ചെലവഴിച്ചത്. എത്ര നിസ്സഹായരാണ്, എത്ര ബലഹീനരാണ്. എന്നിട്ടും നമ്മൾ അല്ലാഹുവിനെ തിരിച്ചറിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിനെ നമ്മൾ നന്ദി ചെയ്യുന്നുണ്ടോ? ഒരാൾ കിഡ്നി രോഗിയായാൽ അയാൾക്ക് അനുയോജ്യമായ കിഡ്നി ലഭിച്ചില്ല എങ്കിൽ മരിക്കുന്നത് വരെ അയാൾ ഹോസ്പിറ്റലിൽ പോയി ഓരോ ആഴ്ചയും 7500 രൂപ, 2 ആഴ്ചയാകുമ്പോൾ 15000 രൂപ, 1 മാസത്തിൽ 30000 രൂപ. വെറും കിഡ്നി ശുദ്ധീകരിക്കാൻ മാത്രം, രക്തം ശുദ്ധീകരിക്കാൻ മാത്രം 1 മാസത്തിൽ 30000 രൂപ.
ആ വീട്ടുകാർക്ക് പിന്നെ സന്തോഷമുണ്ടോ? ആ വീട്ടുകാർക്ക് പെരുന്നാളുണ്ടോ? ആ വീട്ടുകാർക്ക് പിന്നെ കല്യാണ ആഘോഷങ്ങളുണ്ടോ? ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടോ? നമ്മൾക്ക് വെറും ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി മാത്രം ലക്ഷങ്ങൾ പൊടിപിടിക്കുന്നവരാണ് നമ്മൾ. അല്ലേ? ഒരു മകളുടെ 1-ാം മാസം അതും ഒരു സെലിബ്രേഷൻ, 2-ാം മാസം അതും ഒരു സെലിബ്രേഷൻ. എപ്പോഴാണ് ഇതൊക്കെ തുടങ്ങിയത്? ഓരോ മാസവും സെലിബ്രേറ്റ് ചെയ്യാൻ എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തുടങ്ങിയത്? ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. സ്വന്തം മക്കളെ അർജന്റീനയുടെയും മെസ്സിയുടെയൊക്കെ പേരിടുന്ന മുസ്ലിം പെൺകുട്ടികൾ, അല്ലേ? ചാനലുകാരെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഫിഫയും മെസ്സിയൊക്കെ നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ നമ്മുടെ മക്കൾക്ക് പേരിടുന്ന കാലാണ്. എന്ത് കിട്ടിയാലും ശ്രദ്ധ വേണം, അത്രയേ ഉള്ളൂ. പബ്ലിസിറ്റി വേണം, ഒരു മടിയുമില്ലാതെ. പണ്ടൊക്കെ ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ മറച്ചു വച്ച് നടന്നിരുന്ന ഉമ്മമാർ ഇന്ന് ചാനലുകാരെ വീട്ടിലേക്ക് വിളിക്കാൻ. എന്തിന്? സെലിബ്രിറ്റികളായി, അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. മെസ്സിയുടെ കട്ടൗട്ടിന്റെ താഴെ പോയിട്ട് മെസ്സി എന്ന് പേര് വിളിച്ചത് മുസ്ലിമീങ്ങളാണ്, വേറെ ആരുമില്ല. ഫിഫ എന്ന പേരിട്ടതും മുസ്ലിമീങ്ങളാണ്, വേറെ ആരുമില്ല. എന്നിട്ട് ആത്മാഭിമാനത്തോടെ ഒരു മടിയുമില്ലാതെ അതൊക്കെ വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിപ്പോകുന്നുണ്ട്. എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കാൻ തുടങ്ങിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളിൽ ഭയക്കുന്നത് മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളൊക്കെ ദരിദ്രരാകുമോ എന്നല്ല ഞാൻ ഭയക്കുന്നത്, നിങ്ങളൊക്കെ പാവങ്ങളാകുമോ എന്നല്ല ഞാൻ ഭയക്കുന്നത്. പിന്നെ ഞാൻ ഭയക്കുന്നത് എന്താണ്? നിങ്ങൾ പാവപ്പെട്ടവരായി മാറുമോ എന്നല്ല ഞാൻ ഭയക്കുന്നത്. ഞാൻ ഭയക്കുന്നത് നിങ്ങളൊക്കെ മുതലാളിമാരായി മാറുമോ എന്നാണ്, നിങ്ങളൊക്കെ വലിയ പൈസക്കാരായി മാറുമോ എന്നതാണ് എന്റെ ഭയം. ആരാ പറയുന്നത്? പരിശുദ്ധ റസൂലുള്ളാഹ്. മൽ ഫഖറ അഖ്ശാ അലൈക്കും, എന്റെ സമൂഹം ഭാവിയിൽ ദരിദ്രരായി മാറുമോ എന്ന ഭയം എനിക്കില്ല, പട്ടിണി പാവങ്ങളാകുമോ എന്നുള്ള പേടി എനിക്കില്ല. വലാകിന്നി അഖ്ശാ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയാ, അല്ലാഹു തആല കുന്നുകൂടിയ സമ്പാദ്യം നിങ്ങൾക്ക് തരുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. അങ്ങനെ സമ്പാദ്യങ്ങൾ കുന്നുകൂടുമ്പോഴാണ് മക്കളുടെ ഓരോ മാസവും സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓരോ മാസത്തിനും സെലിബ്രേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1-ാം മാസത്തിനൊരു സെലിബ്രേഷൻ, 2-ാം മാസത്തിനൊരു സെലിബ്രേഷൻ, 3-ാം മാസത്തിന്, 7-ാം മാസത്തിന്. വീട്ടിൽ വെറുതെ ഒരു കേക്ക് മുറിച്ചുള്ള സെലിബ്രേഷൻ അല്ല, സമ്പത്ത് ചെലവഴിച്ചിട്ടുള്ള സെലിബ്രേഷൻ. 10,000 പൊടിപിടിച്ചുള്ള സെലിബ്രേഷൻ ഓരോ മാസത്തിലും. സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി കിട്ടാനും വ്യൂവേഴ്സ് ഉണ്ടാവാനും ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും പേജുകൾ ഫോളോ ചെയ്യാനും വേണ്ടി ഈ തോന്നിവാസങ്ങൾ നിരന്തരമായി ആവർത്തിക്കുന്നു. എന്തുകൊണ്ടാണത്? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് സമ്പത്ത് കുന്നുകൂടുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. പറഞ്ഞല്ല, സമ്പത്ത് കുന്നുകൂടുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. അങ്ങനെ സമ്പത്ത് കുന്നുകൂടിയാലോ ഫതനാഫസുഹാ കമാ തനാഫസുഹാ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ സമ്പത്തിന് വേണ്ടി മത്സരിച്ചതുപോലെ എന്റെ സമുദായവും സമ്പത്തിന് വേണ്ടി മത്സരിക്കുമോ, ദുനിയാവിന് വേണ്ടി മത്സരിക്കുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ എന്റെ സമുദായവും ദുനിയാവിന് വേണ്ടി മത്സരിക്കുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. മത്സരിച്ചില്ലേ? നെയ്മറിന്റെ കട്ടൗട്ടാണോ വലുത്? മെസ്സിയുടെ കട്ടൗട്ടാണോ വലുത്? നമ്മുടെ ചെറുപ്പക്കാരെ മത്സരിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ക്രിസ്ത്യാനോയുടെ അടുത്ത് നിങ്ങളുടെ ഒരു കട്ടൗട്ടും എത്തൂല എന്ന് പറഞ്ഞ് 200 അടിയോളമുള്ള വലിയൊരു കട്ടൗട്ട് ബാക്കിയുള്ള ഫാൻസും വെച്ചു. മത്സരം തന്നെ. മത്സരം തീർന്നിട്ടില്ല. കരയിൽ നിന്ന് കടലിലേക്ക് എത്തി മെസ്സിയുടെ കട്ടൗട്ട്. ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുള്ള കടലിന്റെ ആഴിയിലേക്ക് മെസ്സിയുടെ കട്ടൗട്ട് കൊണ്ടുപോയി ഫാൻസുകാർ. ഫതനാഫസുഹാ, നിങ്ങൾക്ക് മുമ്പുള്ളവർ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും മത്സരിക്കുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ പൊങ്ങച്ചമായി മാറി. അതൊക്കെ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേകൾ ഭക്ഷണം കൊടുത്ത്, മധുര പലഹാരം കൊടുത്ത്,
പ്രാർത്ഥന നടത്തി മക്കളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊന്നും ഒരു തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ കാണുന്നത് മുഴുവനും പൊങ്ങച്ചമാണ്. അവിടെ കാണുന്നത് മുഴുവനും അഹങ്കാരവും പൊങ്ങച്ചവും താൻപൊരിമയും അതേപോലെ തന്നെ സമ്പത്ത് കൊണ്ടുള്ള അഹങ്കാരവും ഒക്കെയാണ്. ഫോട്ടോഷൂട്ടുകൾ. എന്തിനാണ് ഈ ഫോട്ടോഷൂട്ടുകൾ? നാടുനീളെ കാണാൻ വേണ്ടി. ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നാടുനീളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടുകൾ. അപ്പൊ ഫതനാഫസുഹാ കമാ തനാഫസുഹാ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ദുനിയാവിന് വേണ്ടി മത്സരിക്കുമോ എന്നാണ് എനിക്ക് ഭയമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നമ്മളെക്കാളും മുമ്പുള്ള മഹാന്മാരായ സ്വഹാബാക്കൾ മത്സരിച്ചിരുന്നു ദീനിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി അവർ മത്സരിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, അതേപോലെ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, രണ്ടുപേരും അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി മാറിയിരിക്കുകയാണ്. നാളെയാണ് ഉഹുദിന്റെ രണാങ്കണം. നാളെയാണ് ഉഹദ് യുദ്ധം നടക്കാൻ പോകുന്നത്. ബദ്ർ യുദ്ധത്തിലേറ്റ പരാജയത്തിന്റെ പ്രതികാരം വീട്ടാൻ വേണ്ടി 10,000-കണക്കിന് ആളുകളുമായി അള്ളാഹുവിന്റെ ഹബീബിനോട് പകരം വീട്ടാൻ, പ്രതികാരം വീട്ടാൻ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലക്ഷ്യം വെച്ച് മദീനയുടെ കൊച്ചു മലയായിരുന്ന ഉഹുദ് ലക്ഷ്യം വെച്ചുകൊണ്ട് ശത്രുക്കൾ നീങ്ങി വരികയാണ്. ശത്രുക്കൾ മുന്നോട്ട് വരികയാണ്. ആ സമയത്താണ് രാത്രിയായപ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, അതേപോലെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും മാറി നിന്ന് ദുആ ചെയ്യാൻ തുടങ്ങിയത്. അതിലൊരാൾ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ നീ ആമീൻ എന്ന് പറയണം, നീ ദുആ ചെയ്യുമ്പോ ഞാൻ ആമീൻ എന്ന് പറയാം. അങ്ങനെ ദുആ ചെയ്യുമ്പോ ദുആക്ക് ഉത്തരമുണ്ടെന്ന. വീട്ടിലെത്തിയാല് ഭർത്താവ് ദുആ ചെയ്യുമ്പോ ഭാര്യ ആമീൻ എന്ന് പറയണം, ഭാര്യ ദുആ ചെയ്യുമ്പോ ഭർത്താവ് ആമീൻ എന്ന് പറയണം. ആരുടെ ദുആയിനാണ് അല്ലാഹു ഇജാബത്ത് നൽകുക എന്നറിയില്ല. അങ്ങനെയുള്ള ദുആഇന് ഉത്തരമുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ കൂട്ടമായൊരു പ്രാർത്ഥന നടക്കുന്നത്. ഒറ്റയ്ക്ക് ദുആ ചെയ്താൽ മതി. 5 നേരത്തെ നിസ്കാര ശേഷം ദുആഇന് ഇജാബത്തുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബ, 5 നേരത്തെ നിസ്കാര ശേഷം എന്ത് ദുആ ചെയ്താലും അല്ലാഹു ദുആഇന് ഉത്തരം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അത് ഒറ്റയ്ക്ക് ദുആ ചെയ്താൽ മതി. പക്ഷെ കൂട്ടമായി ദുആ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരാൾ ആ ദുആ ചെയ്യുന്നു, മറ്റൊരാൾ ആമീൻ എന്ന് പറയുമ്പോൾ ഉത്തരം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, അതേപോലെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും പറഞ്ഞു, നമ്മൾക്ക് പരസ്പരം ദുആ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ആമീൻ എന്ന് പറയാം. അങ്ങനെ സഅദ് ഇബ്നു അബീ വഖാസ് എന്നവർ ദുആ ചെയ്തു. എന്താണ് ദുആ? അല്ലാഹുവേ, നാളെ ഉഹുദ് യുദ്ധം വരാൻ പോവാണ്. അല്ലാഹുവേ, നാളെ ഉഹുദ് യുദ്ധം നടക്കാൻ പോവുകയാണ്. നാളെ രണാങ്കണത്തിലേക്ക് ഉരുപിടിച്ച വാളുമായി ഞാൻ കടന്നു ചെല്ലുമ്പോ ശത്രുക്കളിൽ ഏറ്റവും ശക്തനായ ധീരനായ യോദ്ധാവിനെ നീ എനിക്ക് നൽകണേ അല്ലാഹ്. ഏറ്റവും ധീരനെ എനിക്ക് തരണം. ഏതെങ്കിലും ഒരു ചാവാലി പശുവിനെ പോലെ വാള് പോലും പൊക്കാൻ കഴിയാത്ത ഒരു സാധുവിനെയല്ല, ധീരനായ യോദ്ധാവിനെ എനിക്ക് തരണം യുദ്ധം ചെയ്യാൻ. എന്നിട്ട് ഞാൻ അവനോട് യുദ്ധം ചെയ്യും, അയാൾ എന്നോടും യുദ്ധം ചെയ്യും. ധീരമായ ഘോരമായ വാശിയേറിയ യുദ്ധത്തിനൊടുവിൽ അയാളുടെ ശിരസ് വെട്ടി നിന്റെ ദീനിന് വേണ്ടി ശത്രുവിനെ പരാജയപ്പെടുത്താൻ എനിക്ക് നീ തൗഫീഖ് നൽകണം, എനിക്ക് നീ അവസരം നൽകണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു മാറി നിന്നിങ്ങനെ ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഊഴം മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങളുടേതാണ്. അങ്ങനെ അദ്ദേഹം ദുആ ചെയ്യാൻ തുടങ്ങി. എന്താണ് ദുആ എന്നറിയോ? അല്ലാഹുമ്മ ർസുഖ്നി ഗദൻ റജുലൻ ശദീദൻ ബഅസുഹു ശദീദൻ ഹർദുഹു. അല്ലാഹുവേ, ഏറ്റവും ധീരനായ ശക്തനായ ഏറ്റവും വലിയ യോദ്ധാവിനെ എനിക്ക് നീ ശത്രുവായി പോരാടാൻ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം അല്ലാഹ്. ഉഖാതിലുഹു ഫീക വയുഖാതിലുനി, അയാളോട് ഞാൻ യുദ്ധം ചെയ്യും, അയാൾ തിരിച്ചെന്നോടും യുദ്ധം ചെയ്യും.
എന്നിട്ട് സുമ്മ യഖ്തുലുനി, അയാൾ എന്നെ വെട്ടിക്കളയും, അയാൾ എന്നെ കൊന്നുകളയും. ഏറ്റവും ധീരനായ യോദ്ധാവ്, അയാളോട് എനിക്ക് പടവെട്ടണം, അയാളോട് എനിക്ക് പോരാടണം. ധീരമായ പോരാട്ടത്തിനൊടുവിൽ അയാൾ എന്നെ വെട്ടണം, ഞാൻ അങ്ങനെ പിടഞ്ഞു വീണ് രക്തസാക്ഷിയാവണം. മതിയോ? പോരാ. ഫയജ്ദഉ അൻഫി വഉദ്നി, അങ്ങനെ പിടഞ്ഞു വീണ, ശിരസറ്റ് നിലത്തേക്ക് വീണ എന്റെ ശരീരത്തിലേക്ക് ചാടി വന്നിട്ട് എന്റെ ചെവി മുറിച്ചു മാറ്റണം അല്ലാ, എന്റെ മൂക്ക് മുറിച്ചു മാറ്റണം അല്ലാ. എന്റെ ശത്രു എന്റെ ചെവിയും എന്റെ മൂക്കും മുറിച്ചു മാറ്റണം. എന്നിട്ടോ ഫഇദാ ലഖീതുക, അങ്ങനെ യുദ്ധമെല്ലാം കഴിഞ്ഞ് ആളുകളെല്ലാം തിരിച്ചുപോയി, എന്നെ മറമാടി ഞാൻ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ഫഇദാ ലഖീതുക, ഞാൻ നിന്റെ മുന്നിലേക്ക് വരുമ്പോൾ, ഖുൽത, നീ പറയണം, യാ അബ്ദല്ലാഹ്, യാ അബ്ദല്ലാഹ്, ഫീമ ജുദിഅ അൻഫുക വഉദ്നാക. എങ്ങനെയാണ് അബ്ദുല്ലാഹ് നിന്റെ ചെവി മുറിച്ചു മാറ്റപ്പെട്ടത്, നിന്റെ മൂക്ക് മുറിച്ചു മാറ്റപ്പെട്ടത്, എന്തു പറ്റി എന്ന് നീ എന്നോട് നാളെ മഹ്ശറാ ലോകത്ത് ചോദിക്കുമ്പോൾ, ഫഅഖൂലു, ഞാൻ പറയും, റബ്ബേ ഫീക വഫീ റസൂലിക, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നഷ്ടപ്പെട്ടു പോയതാണ് എന്റെ ചെവിയും മൂക്കും, നിന്റെ ഹബീബിന് വേണ്ടി പോരാടി നഷ്ടപ്പെട്ടു പോയതാണ് എന്റെ ചെവിയും മൂക്കുമെന്ന് ഞാൻ നിന്നോട് നാളെ പറയുമ്പോ, ഫയഖൂലു, നീ പറയണം, സദഖത, നീ പറഞ്ഞത് സത്യമാണ്, എനിക്ക് വേണ്ടി ധീരമായി പോരാടി രണാങ്കണത്തിൽ പിടഞ്ഞു വീണ് എനിക്ക് വേണ്ടി ചുണ്ടും ചെവിയും വിച്ഛേദിക്കപ്പെട്ട ഒരാളാണ് നീ എന്ന് അല്ലാഹുവേ നീ നാളെ സമ്മതിക്കണമെന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോഴാണ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആമീൻ ആമീൻ എന്ന് പറയുന്നത്. എന്നിട്ട് സഅദ് എന്നവർ പറഞ്ഞു, കാനതു ദഅവതു അബ്ദില്ലാഹ് ഖൈറൻ മിൻ ദഅവതി, എന്റെ പ്രാർത്ഥനയേക്കാൾ എത്രയോ വലിയ പ്രാർത്ഥനയായിരുന്നു അബ്ദുള്ളയുടേത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ മത്സരിക്കുമ്പോ, കല്യാണത്തിന്റെ ആഘോഷങ്ങൾ എത്ര കെങ്കേമമായി നടത്താമെന്ന് മത്സരിക്കുമ്പോ, വീട് വെച്ചും വാഹനം വാങ്ങിയും മത്സരിക്കുമ്പോ, അവര് മത്സരിച്ചത് ദുനിയാവിനല്ല, അവര് മത്സരിച്ചത് ആഖിറത്തിനാണ്. ആഖിറത്തിൽ എങ്ങനെ രക്ഷപ്പെടാം എന്ന ചിന്തയോടെയാണ് അവർ മത്സരിച്ചത്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്നെക്കാളൊക്കെ എത്രയോ വലിയ ദുആ ആയിരുന്നു, എന്നെക്കാളൊക്കെ എത്രയോ വലിയ പ്രാർത്ഥനയായിരുന്നു ആരുടേത്? മഹാനായ അബ്ദുല്ലാ എന്നവരുടേത്. അങ്ങനെ ഞാൻ ഫലഖദ് റഅയ്തുഹു ആഖിറൻ നഹാർ, ഞാൻ ദുആ ചെയ്തതുപോലെ ശത്രുവിനെ പോരാടി ഞാൻ ശത്രുവിനെ പരാജയപ്പെടുത്തി. യുദ്ധം കഴിഞ്ഞ് ഞാൻ വൈകുന്നേരമായപ്പോ രണാങ്കണത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഞാൻ അബ്ദുള്ള എന്നവരെ കാണാനിടയായി. മഹാനായ അബ്ദുള്ള എന്നവരുടെ ചെവിയും മഹാനായ അബ്ദുള്ള എന്നവരുടെ മൂക്കും ഒരു നൂലിൽ കോർത്തു വെക്കപ്പെട്ടതായി ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട് ഒരു നൂലിൽ തുന്നിച്ചേർത്ത് കോർത്തു വെക്കപ്പെട്ടതായി എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു